നമ്മൾ നിയമപ്രകാരം നികുതി അടയ്ക്കാൻ ബാധ്യത ഉള്ള ആളാണെങ്കിലും നികുതി അടയ്ക്കാൻ ബാധ്യത ഇല്ലാത്ത ആളാണെങ്കിലും ITR ഫയൽ ചെയ്യുന്നത് പലപ്പോഴും ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ഇനി മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ്, F&O ട്രേഡിംഗ്, ഇൻട്രാഡേ, ക്രിപ്റ്റോ ഇതിലൊക്കെ പണം ഇട്ടവരോ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കിയവരോ ആണെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരുപാട് പണവും സമയവും വേണമെന്നാണ് ആളുകൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ടെക്നിക്കൽ അറിവുകളുടെ ആവശ്യമില്ലാതെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ITR ഫയൽ ചെയ്യാൻ പറ്റും. തെറ്റുകൾ വരുത്താതെ ഇൻകം ടാക്സ് നോട്ടീസ് വരാത്ത രീതിയിൽ കൃത്യമായ ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിന്ന് കാണിച്ചു തരാം. ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെങ്കിലും നമുക്കറിയാം യൂട്യൂബിൽ ഏത് തരം വീഡിയോസാണ് കൂടുതൽ ആളുകൾ കാണുക, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അല്ലേ. അതുകൊണ്ട് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും പിന്നെ ഷെയറും ഒക്കെയാണ് ഒരു പ്രോത്സാഹനമായിട്ട് മാറുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുക പോലും ചെയ്യുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല എങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണെങ്കിലും ഇത്രയെല്ലാം ഗുണങ്ങളുള്ളത് കൊണ്ട് ITR ഫയൽ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. എന്നാൽ പലപ്പോഴും വരുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ പലപ്പോഴും തെറ്റായ ITR ഫോമാണ് ചൂസ് ചെയ്യുക. ഈ വർഷം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ITR ഫോം ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 9ഓളം ചേഞ്ചസ് വന്നതായിട്ട് വാർത്തകളിൽ കാണാം. അതുകൊണ്ട് തെറ്റായ ITR ഫയൽ ചൂസ് ചെയ്താൽ പലപ്പോഴും നമുക്ക് പെനാൽറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നത് ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, തെറ്റായിട്ടുള്ള റിജീമാണ് പല സമയത്തും നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് ഏത് റിജീം വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ തെറ്റായത് ചൂസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ലാഭം അവിടെ കുറയാണ്. ഒരുപാട് പണം ലാഭിച്ച് നൽകാൻ പറ്റുന്ന സാധ്യത തെറ്റായ റിജീം ചൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇല്ലാതാക്കി മാറ്റുന്നു. മൂന്നാമത്തെ കാര്യം, എല്ലാ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസുകളും ഡിഫറൻറ്റ് ഡിമാറ്റ് അക്കൗണ്ടുകളിലോ ക്രിപ്റ്റോ അക്കൗണ്ടുകളിലോ എല്ലാമാണ് ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം ഫയൽ ചെയ്തില്ല എങ്കിൽ വീണ്ടും പെനാൽറ്റീസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും മറന്നുപോകും പല TDSും പിടിച്ചത്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഫ്രീലാൻസിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സാലറീഡ് ഇൻകത്തിൻ്റെ കൂടെ അല്ല ആഡ് ചെയ്യേണ്ടത്, ബിസിനസ് ഇൻകത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ തെറ്റുകൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യമാണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മാത്സുകൾ ഇൻവോൾവ് ആണ്. സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ കണക്കുകളെല്ലാം സ്വന്തം ചെയ്യണം എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് പലപ്പോഴും ചെയ്യുക, ഉയർന്ന തുക കൊടുത്ത് ITR ഫയൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വന്തമായി 10-15 മിനിറ്റ് കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ITR ഫയൽ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ കൃത്യമായിട്ട് കാണാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ക്ലിയർ ടാക്സ് ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ ടാക്സസ് ഒക്കെ ഫയൽ ചെയ്യാൻ 10,000 25,000 രൂപ പോലുള്ള വലിയ തുകകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും 199 രൂപ മുതലാണ് ചാർജുകൾ ആരംഭിക്കുന്നത്. പിന്നെ AG ടാക്സ് എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു 10% ഡിസ്കൗണ്ടും ഇപ്പോൾ ലഭിക്കുന്നതാണ്. കമൻറ്റിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ലോഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഗൂഗിൾ അക്കൗണ്ടോ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അതോ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമുക്ക് 3 സ്റ്റെപ്പുകളിലായിട്ട് ITR ഫയൽ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഏത് ITR ഫോം ഉപയോഗിച്ച് നികുതി ഫയൽ ചെയ്യണം എന്ന കാര്യം ആദ്യമേ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തീരുമാനിച്ച് തെറ്റ് പറ്റാനുള്ള സാധ്യത കുറയുന്നതാണ്. കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ക്ലിയർ ടാക്സ് ആണ് നമ്മൾ ഏത് ഫോം ഉപയോഗിച്ചാണ് നികുതി ഫയൽ ചെയ്യേണ്ടത് എന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ശരിക്കും പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റെക്കോർഡുമായിട്ട് നേരിട്ട് നമ്മുടെ വിവരങ്ങളെ ബന്ധിപ്പിക്കാൻ പറ്റും. ഒരു 80 മുതൽ 90% വരെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാൻ, നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാനാണ് ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെരിഫിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ. ആർക്കെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളാണെന്ന് നമ്മൾ തെളിയിക്കണം. ആദ്യം മനസ്സിലാക്കേണ്ടത് ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒന്നാമത്തേത്, ലോൺ കിട്ടാനും ക്രെഡിറ്റ് കാർഡ് കിട്ടാനും എന്തിന് വലിയ കവറേജ് ഉള്ള ഇൻഷുറൻസുകൾ കിട്ടാനും എല്ലാം ITR ഫയലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇൻകം പ്രൂഫാണ്. ഭാവിയിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ കുറേ കാലം നികുതി അടയ്ക്കാതെ വെച്ച പണത്തിൻ്റെ സോഴ്സ് കാണിക്കാൻ ഒരു പക്ഷേ പറ്റണമെന്നില്ല. എന്നാൽ കൃത്യമായ കാലയളവിൽ നമ്മൾ നികുതി അടച്ചു
പോവുകയാണെങ്കിൽ ഇതിനെല്ലാം സോഴ്സ് ആയിട്ട് മാറും. പിന്നീട് ഗവൺമെൻറ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് വരുമാനത്തിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ, പ്രത്യേകിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയുടെ ആണെങ്കിലും നമ്മുടെ പേരിലാണെങ്കിലും ഒക്കെ ITR ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മൂന്നാമത്തേത് വിസ പ്രോസസ്സിങ്ങിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. യൂറോപ്യൻ കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ, അമേരിക്കയിലേക്കെല്ലാം പോവുകയാണെങ്കിൽ നല്ല വരുമാനമുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് വിസ കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. നാലാമത്തേത് ടാക്സ് റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ പോലും പല സമയത്തും നമ്മുടെ കയ്യിൽ നിന്നും TDS പിടിക്കാറുണ്ട്. ഈ TDS എല്ലാം നമുക്ക് തിരിച്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ നികുതി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പല സമയത്തും 20,000, 30,000, 40,000 രൂപയൊക്കെ പല ആളുകൾക്കും റിട്ടേൺ ആയിട്ട് കിട്ടാറുണ്ട്. ഈ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം മതി, നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച പണം തിരിച്ച് ഗവൺമെൻറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നൽകുന്നതാണ്. അഞ്ചാമത്തേത് നമ്മുടെ ലോസസ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ബിസിനസ് ആണെങ്കിലും F&O ട്രേഡിംഗ് ആണെങ്കിലും മറ്റ് ട്രേഡിംഗ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഈ വർഷത്തെ ലോസ് നമുക്ക് 8 വർഷം വരെയൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. അപ്പോൾ ഭാവിയിൽ ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭത്തിൽ നിന്ന് നമ്മുടെ നഷ്ടം കുറച്ച് ബാക്കി വരുന്ന ലാഭത്തിന് മാത്രം നമ്മൾ നികുതി കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നഷ്ടമാണ് ഈ വർഷം ഉണ്ടാക്കിയത് എങ്കിൽ പോലും നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്യണം. ആറാമത്തെ കാര്യം, നമ്മൾ നികുതി അടയ്ക്കാൻ ബാധ്യതയുള്ള ആളാണെങ്കിൽ, ചിലപ്പോൾ ITR റിട്ടേൺ ഫയൽ ചെയ്യാനെങ്കിലും ബാധ്യതയുള്ള ആളാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ ഒരുപാട് ഫൈൻ, പെനാൽറ്റീസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതിനുവേണ്ടി നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും OTP വരുന്നതാണ്. ആ OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പാൻ കാർഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇനി താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ ഫോം 16 അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരേ സമയം 2 വരുമാന മാർഗ്ഗമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അത് അറിയിക്കേണ്ടതാണ്. അങ്ങനെയാണ് നികുതി ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം ഫോം 16 ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് അപ്ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ കമ്പ്യൂട്ടറിൽ നിന്ന് ബ്രൗസ് ചെയ്ത് വെറുതെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫോം 16 അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 90% വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലാവുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റ് വരാനുള്ള സാധ്യതയും പരമാവധി കുറയുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ സാലറി വിവരങ്ങളെല്ലാം ഓട്ടോ ഫില്ല് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ നോക്കൂ, നമ്മുടെ സാലറി ഇൻകം ടാക്സ് സെക്ഷൻസിനെ ബേസ് ചെയ്ത് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം സെക്ഷൻ 17(1) ബേസിക് സാലറി, ബോണസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയതായിട്ട് കാണാം. സെക്ഷൻ 17(2) നമ്മുടെ ട്രാവൽ അലവൻസുകൾ ഉണ്ടെങ്കിൽ അത്, മെഡിക്കൽ ബില്ലുകൾ ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കാണാം. സെക്ഷൻ 17(3) നോക്കിയാൽ ലീവിംഗ് ബോണസ് അടക്കമുള്ള വിവരങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ പിന്നെയും ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് നമ്മുടെ ടാക്സ് ഡിഡക്ഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കൂ, ഇവിടെ ഓൾറെഡി നമ്മൾ അടച്ച ടാക്സുകളുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമ്മളിവിടെ ഫോം 16 അപ്ലോഡ് ചെയ്യുന്നതോടെ നമ്മുടെ 90% വിവരങ്ങളും ഇങ്ങനെ സെക്ഷനുകളായിട്ട് തരംതിരിച്ച് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തതായിട്ട് കാണാം. ഞാനിവിടെ DIY ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളതുപോലെ ടാക്സ് സ്വന്തമായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഫയൽ ചെയ്യാമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് തോന്നുമെങ്കിലും നമ്മളിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 90% വിവരങ്ങളും ഇങ്ങനെ ഫില്ല് ചെയ്യപ്പെടുന്നത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരുപാട് പണം നഷ്ടപ്പെടുത്താതെ, സമയം നഷ്ടപ്പെടുത്താതെ ഏതൊരാൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി ഞാൻ ഈ പറയുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ടാക്സ് ഫയൽ ചെയ്യാം. അതിന് വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞതുപോലെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെങ്കിലും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും നമ്മൾ തന്നെ ഒന്ന് നോക്കി വെരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അതിനുശേഷം നോക്കൂ, കണ്ടിന്യൂ ടു ഈ ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ടൊരു സ്ക്രീൻ നമ്മുടെ മുന്നിലെത്തും. അതാണ് ഇൻകം സോഴ്സസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെയാണ് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നമുക്കിവിടെ സാലറി ഇൻകം എന്നൊരു ഓപ്ഷൻ കാണാം. അത് നേരത്തെ ചെയ്തതുപോലെ ഫോം 16 അപ്ലോഡ് ചെയ്താൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആവുന്നതായിട്ട് കാണാം. കാര്യങ്ങൾ എളുപ്പമാണ്. അടുത്തത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. നമുക്ക് ചിലപ്പോൾ ബാങ്കിൽ FD ഉണ്ടാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പലിശ ലഭിക്കുന്നുണ്ടാവാം. ഇതിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇതിൽ ഫില്ലായതായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പാൻ കാർഡ് എല്ലാം ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബാങ്ക് FD ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് ലഭിച്ച വരുമാനം, പലിശ ഒരു TDS കട്ട് ചെയ്യത്തക്ക വണ്ണമുള്ള ഒരു സംഖ്യ അല്ല എങ്കിൽ
TDS പിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളത് മാത്രം മാനുവലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്, വിട്ടുപോകാൻ പാടില്ല. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ സ്റ്റോക്കുകളാവാം, മ്യൂച്വൽ ഫണ്ടുകളാവാം, F&O പോലുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ആവാം. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യം നോക്കൂ, ആഡ് ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതും കാറ്റഗറി ആയിട്ട് ആദ്യം സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും, പിന്നെ നമുക്ക് വിദേശ മാർക്കറ്റിൽ ഉദാഹരണത്തിന് US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, വീടോ പ്രോപ്പർട്ടികളോ പറമ്പോ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നെ ബോണ്ടുകളിലോ ഡിബഞ്ചേഴ്സിലോ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനവും, അങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ട് നമുക്കിവിടെ കാണാം. നമുക്കറിയുന്നത് പോലെ ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന് അടയ്ക്കേണ്ട നികുതിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വ്യത്യസ്ത കോളത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ആദ്യത്തെ സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്നത് പ്രധാനപ്പെട്ട ബ്രോക്കർ പ്ലാറ്റ്ഫോമുകളായിരിക്കും. ഉദാഹരണത്തിന് അപ്സ്റ്റോക്സ്, സെറോദ, ഗ്രോ, അങ്ങനെ 80-ലധികം ബ്രോക്കർ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റോക്സിൽ നിന്നും മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നും എത്ര ലാഭം ഉണ്ടായി എന്ന് പെന്നും പേപ്പറും എടുത്ത്, നമുക്ക് ഒന്നിലധികം ബ്രോക്കേഴ്സ് ഉണ്ടാവാം, അതിൽ ഓരോന്നും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ കാണാം. അതിനാദ്യം നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോം നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രോയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ സ്ക്രീനിൽ 2 ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തേത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയ ലാഭം എത്രയാണ് എന്ന വിവരങ്ങൾ സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡാറ്റ കൺസോളിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണും. ഉദാഹരണത്തിന് സെറോദയിൽ പോയാൽ കാണും, ഗ്രോയിൽ പോയാൽ കാണും, അപ്സ്റ്റോക്സിൽ പോയാൽ കാണും. അവിടെ നിന്ന് ഡീറ്റെയിൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോഗിൻ ആൻഡ് ഇമ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ബ്രോക്കറിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം, പിൻ നമ്പർ എൻ്റർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ടാക്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രോക്കറുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാ ഡീറ്റെയിൽസും എടുത്ത്, അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും എല്ലാം ഓരോ ഡാറ്റയും സെക്ഷനായിട്ട് തരംതിരിച്ച് ഇതിൽ എൻ്റർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സസ്, ഇൻട്രാഡേ ഇൻകം, F&O ഇൻകം, ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം. ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. എന്നാൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടെ പറയാം. അടുത്ത മെത്തേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കയറി പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ റിപ്പോർട്ട് വെച്ച് ക്ലിയർ ടാക്സ് ഓട്ടോമാറ്റിക്കലി മുകളിൽ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാം തന്നെ കണക്കാക്കുന്നതാണ്. നമുക്ക് പെന്നും പേപ്പറും കാൽക്കുലേറ്ററും എടുത്ത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ വലിയ തുക കൊടുത്ത് ഒരാളെ ഏൽപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാം തന്നെ ഫില്ലാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നിലധികം ബ്രോക്കേഴ്സ് നമുക്കുണ്ടെങ്കിൽ ഓരോ ബ്രോക്കറിൽ നിന്നുള്ള വിവരങ്ങളും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന കാര്യം മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കൂ, നമ്മൾ സാലറീഡ് ഇൻകം നേടുന്ന ഒരാളായിരിക്കാം, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് നമുക്കുണ്ടാവാം. അതിൻ്റെ വിവരങ്ങൾ നമുക്കിവിടെ എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രേഡിങ്ങിലൂടെയോ മറ്റ് ഇൻവെസ്റ്റിങ്ങിലൂടെയോ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് F&O പോലുള്ള കാര്യങ്ങളിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരുപാട് കണക്കുകളുടെ ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക്കലി ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഓരോ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലെയും ഡാറ്റ ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുമെന്നത് മാത്രമല്ല, അതിൻ്റെ ആകെയുള്ള സമ്മറി കൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, F&O ട്രേഡിംഗ്, ഇതിൻ്റെ എല്ലാം ക്യാപിറ്റൽ ഗെയിൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത്, നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെൻറ്റോ അതുപോലുള്ള വരുമാനങ്ങളോ ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ആകെ വരുമാനങ്ങളെല്ലാം എൻ്റർ ചെയ്തിട്ടാണല്ലോ നമ്മൾ വരുമാന നികുതി അടയ്ക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതുപോലുള്ള വരുമാനം ഒന്നും ഇല്ല എങ്കിൽ, സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി പ്രോപ്പർട്ടിക്ക് മേൽ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ വാടക ഈടാക്കുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്കുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും കടകൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കടമുറിയുണ്ട്, അല്ലെങ്കിൽ വീട് വെച്ച് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പ്രോപ്പർട്ടീസ് യു ഹാവ് ഗിവൺ ഓൺ റെൻറ്റ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റെൻ്റൽ വരുമാനത്തിന് എത്ര ശതമാനത്തിലാണ് ടാക്സ് ചെയ്യപ്പെടുക എന്ന കാര്യം നമ്മൾ കാണാതെ പഠിക്കണോ? അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ ടാക്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നുള്ള ടാക്സ് കണക്കാക്കുന്നതാണ്.
അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിവിഡൻഡ് ഇൻകം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, F&O സെഗ്മെൻറ്റ്സിലെല്ലാം ഇമ്പോർട്ട് ചെയ്ത വിവരങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ഭാഗവും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയ കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ കാര്യം നമ്മളൊന്ന് നോക്കി വെരിഫൈ ചെയ്ത ശേഷം അടുത്ത സെഷനിലേക്ക് എത്തുന്നതാണ്. അതാണ് പ്രൊഫഷണൽ, ഫ്രീലാൻസിങ് ആൻഡ് ബിസിനസ് ഇൻകം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ വരുമാനം 75 ലക്ഷത്തിലും താഴെയാണെങ്കിൽ ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. 75 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ആകെ വരുമാനം 75 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ആദ്യത്തെ സെക്ഷൻ എടുക്കാം. ഇവിടെ വീണ്ടും നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം കാണാം. എന്താണ് പ്രൊഫഷൻ, അതിൽ നിന്നുള്ള വരുമാനം എത്രയാണ്, അതിനായുള്ള ചെലവുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വരുമാനം ഇല്ല എങ്കിൽ ആ സെക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് ക്രിപ്റ്റോ ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, F&O അതിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻസ് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ക്രിപ്റ്റോ ഇൻകം ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ വളരെ എളുപ്പമാണ്. ആ ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ധാരാളം ക്രിപ്റ്റോ ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ബൈനാൻസ്, CoinDCX പോലുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാം ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം. ഇനി നമ്മുടെ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലോ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മാനുവലി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണാം. അടുത്തതായിട്ട് നമുക്ക് ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പരമാവധി കളിക്കാതിരിക്കുക. അതിലൂടെ വരുമാനം ഉണ്ടാക്കി അതിന് നികുതി ഫയൽ ചെയ്യുന്നതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. മെജോറിറ്റി ആളുകളും ഇങ്ങനെ ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് പണം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പണത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ഏതെങ്കിലും സാധ്യത കൊണ്ട്, ഏതെങ്കിലും തലവര കൊണ്ട് എങ്ങാനും വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൃത്യമായിട്ട് അറിയിക്കണം. അതിന് നികുതി ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. TDS ഒക്കെ പലപ്പോഴും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത്തരം മോശം കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ടാക്സ് സേവിങ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാൻ കാർഡ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഫോം 16 എല്ലാം ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് ഡിഡക്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്തതായിട്ട് കാണിക്കുന്നതാണ്. ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതൊന്നും ഇവിടെ മിസ്സായിട്ട് പോകുന്നതല്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ടാക്സ് ഡിഡക്ഷൻസ് ഇതിലില്ല എങ്കിൽ അത് ആഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആഡ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം ചിലവാക്കിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ പാർട്ടികൾക്ക് നമ്മൾ സംഭാവന കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ടാക്സ് ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ എല്ലാം തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് പണമായിട്ടൊന്നും വലിയ സംഖ്യ കൈമാറ്റം ചെയ്യാൻ നിയമമല്ല. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ കൊടുക്കാതിരിക്കുക, കള്ളം കാണിക്കാതിരിക്കുക, കൃത്യമായ വിവരങ്ങൾ മാത്രം ഈ ഭാഗങ്ങളിലെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ടാക്സ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട പരമാവധി നികുതി ഇളവുകളും നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ഒന്നും വിട്ടു പോകാനുള്ള സാധ്യത ഇവിടെയില്ല. ഇങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഡിഡക്ഷൻസ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗോ നെക്സ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഓരോന്നും ഈ സ്റ്റെപ്പാണ് ഇന്നതാണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാക്കണ്ട. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണുമ്പോൾ നമുക്കറിയാലോ, ഒരു കാര്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് അടിക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ചുരുക്കി നമുക്ക് കാണിച്ചു തരിക. നമ്മുടെ ആകെയുള്ള വരുമാനം എത്രയാണ്, നമ്മൾ എത്ര ടാക്സ് സേവ് ചെയ്തു, ഇതിൽ എത്രത്തോളം വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണം, ആകെ അടയ്ക്കേണ്ട ടാക്സ് തുക എത്രയാണ്, അതിൽ തന്നെ നമ്മൾ TDS വഴിയെല്ലാം ഓൾറെഡി എത്രത്തോളം ടാക്സ് അടച്ചു കഴിഞ്ഞു, ഇനി അവസാനം നമ്മൾ ടാക്സ് അടയ്ക്കണമെങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ തിരിച്ച് കിട്ടാനുള്ളതാണെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുക, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒറ്റ സ്ക്രീനിൽ എളുപ്പത്തിൽ നമുക്ക് കാണാം. ഇവിടെയും നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കാണാം. നമ്മുടെ വരുമാന സ്രോതസ്സുകൾക്കനുസരിച്ച് ഏത് ITR ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നികുതി ഫയൽ ചെയ്യേണ്ടത്, ഈ കാര്യം ഓട്ടോമാറ്റിക്കലി നമുക്ക് സജസ്റ്റ് ചെയ്ത് നൽകുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ടാക്സ് റിജീം പ്രകാരം നികുതി ഫയൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പരമാവധി ലാഭം ഉണ്ടാവുക എന്ന കാര്യവും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ക്ലിയർ ടാക്സ് സജസ്റ്റ് ചെയ്ത് നൽകും. ഇനി വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ അടയ്ക്കേണ്ട ടാക്സും അതിൻ്റെ തരം തിരിച്ചുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഫിക്സ്ഡ് റേറ്റ് സ്ലാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കാണാം. എത്രത്തോളം ക്യാരി ഫോർവേഡ് ലോസസ്
നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ലോസ് ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ നികുതി ഫയൽ ചെയ്യണം, പ്രത്യേകിച്ച് ട്രേഡേഴ്സ് എല്ലാം. കാരണം വരുന്ന വർഷങ്ങളിൽ നമുക്കുണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് ഈ ലോസസ് കുറച്ചാൽ നമുക്കുണ്ടാവുന്ന നികുതി ഭാരം വരുന്ന വർഷങ്ങളിൽ പരമാവധി കുറയ്ക്കാൻ നമ്മളെ ഇത് സഹായിക്കുന്നതാണ്. എന്തായാലും ടാക്സ് സമ്മറി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫയൽ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതിനു മുൻപ് ഇവിടെ ക്ലിയർ ടാക്സ് അവർ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ സേവനത്തിന് ഒരു കാര്യവും നല്ല കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കിട്ടില്ല. നമ്മൾ ഒരുപാട് പണം മുടക്കി ചെയ്യേണ്ട കാര്യം വളരെ കുറഞ്ഞ പണത്തിനാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആ കുറഞ്ഞ പണം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്ര പണമാണ് നമുക്ക് അടയ്ക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും. കാരണം എത്രത്തോളം വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ടാക്സ് ഫയലിംഗ് സ്റ്റെപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുസരിച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും 199 രൂപ മുതലാണ് ടാക്സ് ഫയലിംഗ് ആരംഭിക്കുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ AG ടാക്സ് എന്ന കോഡ് അപ്ലൈ ചെയ്താൽ അഡീഷണൽ 10% ഡിസ്കൗണ്ടും ഇപ്പോൾ ലഭിക്കുന്നതാണ്. എന്താണെങ്കിലും ടാക്സ് ഫയൽ ചെയ്യാൻ പണ്ടത്തെ കാലത്തെ പോലെ ഒന്നുമല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും തെറ്റുകളില്ലാതെ പരമാവധി ലാഭത്തോടെ നികുതി ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. നികുതി ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സാലറീഡ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ TDS എല്ലാം പിടിച്ചത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പണം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. അല്ലെങ്കിൽ ബാങ്കിൽ FD ഒക്കെ ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ TDS ഒക്കെ ഒരുപാട് പിടിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ അവിടെ വരുമാനം നികുതി അടയ്ക്കേണ്ട അത്ര വരുമാനത്തിൽ എത്തിയിട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ പിടിച്ചു പോയ TDS എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ട്രേഡേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലാഭം ഉണ്ടായാൽ നിർബന്ധമായിട്ട് നികുതി ഫയൽ ചെയ്യണം. എന്നാൽ ലോസസ് ആണെങ്കിലും അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഭാവിയിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന് ഒരു തെളിവായിട്ടും നമുക്ക് ഈ ITR ഫോമുകൾ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ മുകളിൽ പറഞ്ഞതാണ്. എന്താണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നികുതി ഫയൽ ചെയ്യാനുള്ള മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിന്ന് പഠിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനിന്ന് പറഞ്ഞതിലെ ചില സ്റ്റെപ്പുകൾ അയ്യോ മിസ്സായിപ്പോയല്ലോ ഇങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളവും ഫില്ല് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് ടാക്സ് ഫയൽ ചെയ്യണം എന്ന താല്പര്യമുള്ള ആളുകളെല്ലാം തന്നെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വിവരങ്ങൾ അറിയാത്ത ഒരുപാട് പേർ ഒരുപാട് പണം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കറിയാം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ആളുകൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.